ഈ ഒരു സമയത്തെ ആരുടെയൊക്കെ വീട്ടിൽ സപ്പോർട്ട ഇരിക്കുന്നുണ്ട്? എന്നാലേ നമുക്കിന്നൊരു പുഡിങ് തയ്യാറാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 വലിയ സപ്പോർട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നമ്മൾ പേസ്റ്റാക്കി എടുക്കുക കേട്ടോ, വെള്ളമൊന്നും ചേർക്കേണ്ട. ഞാൻ ചൈന ഗ്രാസ് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8 ഗ്രാം 2 കപ്പ് വെള്ളത്തിൽ കേട്ടോ. അതുപോലെ തന്നെ ഒരു 500 മില്ലി പാലെടുത്ത് തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ടയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പാലിൽ ഈ സപ്പോർട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ചൈന ഗ്രാസിനും പാലിനും ഒരേ ചൂടായിരിക്കണം കേട്ടോ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതൊരു ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായി വരും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു സപ്പോർട്ടയുടെ പീസ് ഉണ്ടല്ലോ, അത് ചെറുതാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കടിക്കാൻ കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട്? അപ്പോഴേ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.